Hi, hello. Welcome to yet another video of Garage 51. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കാലമായി നമുക്ക് എയർ സീറ്റേഴ്സിൻ്റെ വെറൈറ്റീസ് വന്നിട്ട് എയർ സീറ്റർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചായിട്ട് സീറ്റൊക്കെ കിട്ടാതായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചധികം വെറൈറ്റീസ് കണ്ടപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു മോട്ടോ വോൾഫ് എന്ന ബ്രാൻഡിൽ വരുന്ന ഒരു കിഡിലൻ എയർ സീറ്റാണ്. നോർമലി ഇങ്ങനത്തെ എയർ സീറ്റാണ് നമുക്ക് കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് വാങ്ങാറ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിൽ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഈ ബോക്സിനകത്തുണ്ട്. ഇത് ഒരു റെക്സിൻ ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള എയർ സീറ്റിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ആ ഒരു പമ്പിങ് സിസ്റ്റം അവൈലബിൾ ആണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എയർ ഡിഫ്ലേറ്റ് ചെയ്ത് പോകും, അതായത് എയർ കുറയും. അതേസമയം നമ്മൾ ഈ ഒരു ബട്ടണാണ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ എയർ കൂടി വരും. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ കൂടി വരികയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എയർ കമ്മിയായി വരും. അപ്പോൾ നമുക്കിതിൽ ഇൻബിൽഡ് ആയിട്ടുള്ളൊരു പമ്പിങ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്പിൻ്റെ തന്നെ ഒരു സിമിലർ ടൈപ്പ് ഓഫ് എയർ സീറ്ററാണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു നെയിലോൺ മെറ്റീരിയലാണ്. ഇതിലും ഇൻബിൽഡ് ആയിട്ടുള്ളൊരു പമ്പ് തന്നെയാണ് വരുന്നത്. ഈ ഒരു നോബ് ഇങ്ങനെ ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എയർ ഇതിൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മടക്കി നമുക്ക് ബോക്സിലൊക്കെ ഇട്ട് വെക്കുക. ഇതിൻ്റെ ഇവിടെ ബെൽറ്റും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബെൽറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. പിന്നീട് നമ്മൾ ഈ നോബ് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഒരു ചെറിയ പമ്പ് വരുന്നുണ്ട്. ഈ പമ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ബാക്ക് ടു നോർമലാകും. അതായത് നമുക്കിത് ആ ഒരു എയർ സീറ്റിൻ്റെ സെയിം രൂപത്തിൽ ആയി മാറും. അപ്പോൾ നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റഡ് വേർഷൻ്റെ എയർ സീറ്റേഴ്സാണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബെൽറ്റ് നമ്മളിപ്പോൾ ഈ ഒരു ബോക്സിൽ ഇട്ടിക്കുകയാണ്, നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഈ ഒരു എയർ സീറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ എയർ സീറ്റൊക്കെ നമുക്ക് ഫ്രണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നമുക്ക് പില്ലിയണിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലവർ കാറിൽ അറ്റാച്ച് ചെയ്യുന്നവരുണ്ട്, കാർ സീറ്റിൽ അറ്റാച്ച് ചെയ്യുന്നവരുണ്ട്, നോർമൽ വീട്ടിലിരിക്കുമ്പോൾ അറ്റാച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എയർ സീറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് ബാക്ക് ബോണിനും മറ്റുള്ള നമ്മുടെ ശരീരത്തിന് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഈ എയർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി പ്രീമിയം ലെവലിലുള്ള ഒരു എയർ സീറ്റാണ്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്പിൻ്റെ തന്നെ ഒരു കവേർഡ് ടൈപ്പ് എയർ സീറ്റാണ്. ഇത് വിത്ത് മെഷാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ റെയിൻ കവറും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റിൽ വെള്ളം പിടിക്കുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. കണ്ടോ, ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെയിം മെക്കാനിസമാണ് വരുന്നത്. ഈ നോബൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ പുറത്ത് പോവുകയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ പമ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ റീഫില്ലാവുകയും ചെയ്യും. അപ്പോൾ നല്ല ആ ഒരു നിങ്ങൾക്ക് ഷേപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ വരുന്ന റോയൽ എൻഫീൽഡ് 350 ആ ക്ലാസിക് 350ലേക്കൊക്കെ വരുന്ന ഒരു സീറ്റിൻ്റെ ഷേപ്പിലാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. എങ്കിലും നമുക്ക് നോർമലി ഒരു എല്ലാ വണ്ടികൾക്കും നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ സീറ്റ് ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, വളരെ ചെറിയ സീറ്റുകളൊക്കെ ഉള്ളവർക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജെൽ സീറ്റാണ്. അപ്പം വല്ലാതെ അങ്ങനെ പൊന്തി നിൽക്കില്ല, നമുക്കിങ്ങനെ പുറത്തേക്ക് നിൽക്കൊന്നുമില്ല. എങ്കിലും നമുക്ക് ഇരിക്കാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഈ ഒരു ഫോവേറിൻ്റെ ഈ ഒരു ജെൽ സീറ്റ് ഇതിൽ നല്ലൊരു ക്ലിപ്പും ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ജെൽ സീറ്റിൽ തന്നെ എയർ പാസേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എയർ സീറ്റാണ്. ഇത് ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്പ് എന്ന ബ്രാൻഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനങ്ങൊന്നുമില്ല. ഇവിടെ നല്ലൊരു ഗ്രിപ്പുള്ളൊരു തരം മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം തന്നെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 2500 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളെന്നൊക്കെ. ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്പിൻ്റെ അതായത് ഈ ഒരു സീറ്റിൻ്റെ ബോക്സാണ്. ഇതിൽ നമുക്ക് ഇതിൽ അവർ എഴുതിയിട്ടുണ്ട്. അതായത് ബാക്ക് പെയിൻ പേഷ്യൻസ്, അതായത് ബാക്ക് പെയിനൊക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. അതുപോലെ തന്നെ പില്ലിയൻ റൈഡ്, ബാക്കിൽ വെക്കുക, ഫ്രണ്ടിൽ വെക്കുക, കാറിൽ യൂസ് ചെയ്യാം, പിന്നെ ഓഫീസിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വെറുതെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടും പ്ലഷർ സീക്കർ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ നോർമലി ഇരിക്കണമെങ്കിൽ ഇതിൽ ഇരുന്ന് കഴിഞ്ഞാലും ഹാപ്പി ആയിരിക്കും. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനും ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എയർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എയർ ബെഡിലൊക്കെ കിടക്കുന്നില്ലേ, ആ ഒരു ഫീൽ തന്നെയാണ്. നല്ല സപ്പോർട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രഷർ റിലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കണ്ടോ, ഈ ഒരു നോബിൽ തന്നെ
പ്രഷർ റിലീഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആൻറ്റി സ്കിഡ് മെറ്റീരിയലാണ് കേട്ടോ അത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് അങ്ങനെ തെന്നി വീഴൊന്നുമില്ല, സ്കിഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് പെട്ടെന്ന് സ്കിഡായി പോകാത്തൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബ്രീത്തബിൾ മെഷ് ഫാബ്രിക്കാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫാബ്രിക് അത്യാവശ്യം നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എയർ പമ്പും വരുന്നുണ്ട്, ഒരു ഡിഫ്ലേറ്ററും വരുന്നുണ്ട്. പിന്നെ ഇതിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എയർ കുഷൻ എഫക്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ടെയിൽ ബോൺ സപ്പോർട്ട്, നമുക്കൊരു ബാക്ക് ബോണിന് ഒരു സപ്പോർട്ടും, പിന്നെ ഈസിലി ഡിറ്റാച്ചബിൾ ആണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, നമുക്കിത് ഈസി ആയിട്ട് തന്നെ വണ്ടിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ ക്രൂയിസർ ബൈക്സ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ കൂടുതലായിട്ടും ക്രൂയിസർ ബൈക്കിൻ്റെ സീറ്റുകൾക്കാണ് ഇത് പ്രിഫർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതും ഈ ബോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോക്സാണ്. ഇതിലും സെയിം ഫെസിലിറ്റീസും സെയിം ക്വാളിറ്റീസും ആണ് ഉള്ളത്, സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലിപ്പോൾ എക്സ്ട്രാ വന്നിട്ടുള്ളത് റെയിൻ കവർ മാത്രമാണ്. ആ റെയിൻ കവർ നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ റെയിൻ കവർ ഇതിനകത്തുണ്ട്, ഇങ്ങനെ ചെറിയൊരു പാക്കിങ്ങിലാണ് റെയിൻ കവർ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. നമ്മൾ കൊണ്ടുവന്ന ക്യാരി ബാഗിലൊക്കെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കണ്ടോ, മഴ പെയ്യുമ്പോൾ മാത്രമായിട്ട് നമുക്കത് കവർ ചെയ്താൽ മതി. ഇതൊരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആ സീറ്റിലോട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ 2 എയർ സീറ്റും ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്പ് എന്ന ബ്രാൻഡിൽ വരുന്ന എയർ സീറ്റ് ആട്ടോ. യുവർ സേഫ്റ്റി കമ്പാനിയൻ എയർ സീറ്റ് പ്രീമിയം ക്രൂയിസർ. അപ്പോൾ എയർ സീറ്റിൻ്റെ തന്നെ നല്ലൊരു പ്രീമിയം ബ്രാൻഡാണ് ഈ ഒരു ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു എയർ സീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ജെൽ ടൈപ്പ് എയർ സീറ്റർ. ഈ ഒരു എയർ സീറ്റിൻ്റെ ബോക്സാണിത്. ഇത് ഫൊവേറ എന്ന ബ്രാൻഡിൽ വരുന്ന ജെൽ മോട്ടോർ സീറ്റ് കുഷ്യനാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സീറ്റിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഇതൊന്ന് സൂം ചെയ്ത് കൊടുക്കും. പിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, വളരെ ഈസി ആയിട്ട് തന്നെ വണ്ടിയിൽ വെക്കാൻ പറ്റും. 100% പ്രീമിയം സോഫ്റ്റ് ജെൽ മെറ്റീരിയൽ വിത്ത് ഇന്നോവേറ്റീവ് ഗ്രിഡ് ഡിസൈൻ. ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് സ്കിഡാവില്ല, ഒരിക്കലും സ്കിഡാവില്ല. അങ്ങനത്തെ മെറ്റീരിയൽ ബാക്കിലും കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി പ്രഷർ ആണെങ്കിലും ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇതിൽ ജെർക്കിങ്ങും കാര്യങ്ങളൊന്നും വരില്ല. നല്ല ഷോക്കപ്സ്, അതായത് നല്ലൊരു കംഫർട്ടായിരിക്കും. നമുക്ക് വല്ല കുണ്ടും കുഴിയൊക്കെ ചാടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി കംഫർട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ബട്ടക്സിനും ലോവർ ബാക്കിനും സീറ്റ് ഒക്കെ നല്ലൊരു അഡിക്കേറ്റ് സപ്പോർട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനി പറയുന്നുണ്ട്. ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നവർക്ക് എന്തുകൊണ്ടും മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. മോർ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെൽ സീറ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വാഷബിൾ ആണ്, ഡസ്റ്റ് പ്രൂഫാണ്, പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സലായിട്ട് നമുക്ക് എല്ലാ വണ്ടിക്കും യൂസ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പറയുകയാണ്. ചില മറ്റുള്ള സീറ്റൊക്കെ പറഞ്ഞാൽ സൈസിൻ്റെ വ്യത്യാസം കാരണം എല്ലാ വണ്ടിക്കും ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല യൂസ് ചെയ്യുമ്പോൾ. നമുക്ക് കംഫർട്ട് ഉണ്ടാവും, പക്ഷെ കാണാൻ ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സീറ്റ് പറഞ്ഞാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറിയൊന്നുമില്ല. ഇത് യൂണിവേഴ്സലായിട്ട് നമുക്ക് ചെറിയതിലും വലുതിലും എല്ലാ സീറ്റിലും നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്പിൻ്റെ എയർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ ഇത് ജെൽ ടൈപ്പ് ആണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എയർ പാസേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആൻറ്റി സ്കിഡ് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ബെൽറ്റും കാര്യങ്ങളൊക്കെ എലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിലൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചധികം സ്റ്റോക്സ് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതങ്ങനെ എപ്പോഴും കിട്ടുന്ന മെറ്റീരിയലും എപ്പോഴും കിട്ടുന്ന സ്റ്റോക്കും അല്ല. അതാണ് നമ്മൾ ഇത്ര അധികം ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ ഷോപ്പിൽ കുറച്ച് ആയിട്ട് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി ഉണ്ടായിരുന്നു എയർ സീറ്റും കാര്യങ്ങളും ലോങ് റൈഡ് പോകും. ഇപ്പോഴത്തെ വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുഷീനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എക്സ്ട്രാ കുഷീനും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി പോവും, ആ വണ്ടിയുടെ സീറ്റിൻ്റെ വൃത്തിയും ഭംഗിയൊക്കെ പോവും. അപ്പോൾ എന്തുകൊണ്ടും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ എയർ സീറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ അഴിച്ച് വയ്ക്കുക. നമുക്ക് ലോങ് റൈഡും ഒക്കെ പോകുമ്പോൾ നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാവരും ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ നമുക്കും അങ്ങനത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം വെറൈറ്റീസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഐറ്റംസൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അങ്ങനെ വലിയ ഹൈ റേഞ്ച് പ്രൊഡക്റ്റൊന്നുമല്ല, വെറും 2K to 2.5K റേഞ്ചിൽ വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടും കസ്റ്റമേഴ്സിന് വാങ്ങാനായാലും
അതുപോലെ തന്നെ യൂസ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നേ വന്ന സ്റ്റോക്കിലൊക്കെ പമ്പും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് അത് കയ്യിൽ കൊണ്ടുപോകണം, സെപ്പറേറ്റ് ബാഗിൽ കൊണ്ടുപോകണം. ഇപ്പോൾ അതൊന്നുമല്ല. നിങ്ങൾ ഈ ഒരു പമ്പിങ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു ചെറിയൊരു ബാഗ് ടൈപ്പ് ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ്. ഇതിലൊരു പമ്പും അതുപോലെ തന്നെ ചെറിയൊരു നോബും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലാണെങ്കിൽ വളരെ ഈസിയാണ്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ റിലീസാവും, ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഫില്ലാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സിന്, അതായത് റൈഡേഴ്സിന് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് എയർ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, എല്ലാത്തിലും ഈ ഒരു ആൻറ്റി സ്കിഡ് മെറ്റീരിയൽ തന്നെയാണ് ഈ ഉള്ളിൽ, അതായത് ഇന്നർ പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ നമുക്ക് DM ചെയ്യാം. നമ്മുടെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പം വളരെ ഉള്ളിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഈ പ്രീമിയം ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവർക്കൊക്കെ എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഓരോ സ്ഥലത്തിൻ്റെ ദൂരം അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു എയർ സീറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും അതുപോലെ തന്നെ സർവീസസും റീസ്റ്റോറേഷനും എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പാലക്കാട് ജില്ലയിൽ ബജാജ് ഫിൻസർവ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്സസറി ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗാരേജ് 51, ഒറ്റപ്പാലത്തെ ഗാരേജ് 51 മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ എബോവ് 5000 ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബജാജ് ഫിൻസർവ് അവൈലബിൾ ആണ്. സിംഗിൾ പ്രൊഡക്റ്റിനല്ല, നമ്മൾ ഒറ്റ ബില്ലിനാട്ടോ ആ ഒരു ബജാജ് ഫിൻസർവ് കൊടുക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.